ഈ വീഡിയോയിൽ നമ്മൾ ഹൂത്തികളുമായിട്ട് ബന്ധപ്പെട്ട ആക്രമണം നമ്മൾ 2 ദിവസത്തിന് മുമ്പേ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാര്യം ആ ഒരു ആക്രമണം ആ രീതിയിലുള്ള ആക്രമണമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓരോ വിഷയവും ഓരോ വാർത്തയും നമ്മൾ അതിന്റെ സീരിയസ്നെസ് നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ അമേരിക്കയിൽ ഈ ഹാരിസ് ട്രൂമൻ എന്ന് പറഞ്ഞ ആ ഒരു ഷിപ്പിൽ നിന്ന് നടത്തിയ ഒരു ആക്രമണം അതിരൂക്ഷമായ നിലയിലുള്ള ആക്രമണമാണ് നടത്തിയത്. എന്നാലും ഞാൻ ഇന്ന് ഒരുപാട് വാർത്തകൾ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത് കണ്ടായിരുന്നു. അത് 20 സ്പോട്ടുകൾ ആക്രമിച്ചു, അതുപോലെ വ്യക്തമായ കാരണം പറയാതെ റിപ്പോർട്ടുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ന്യൂസ് ഓൾറെഡി തന്നെ റിപ്പോർട്ട് ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടായിരിക്കും. അതിലുപരിയായിട്ട് അടുത്ത ലെവലിലേക്കുള്ള റിപ്പോർട്ടിംഗ് ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതായത് ഈ ഒരു ആക്രമണം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്, അതായത് ഈ ഹൂത്തികൾ ഈ ഒരു ആക്രമണം അല്ലെങ്കിൽ ഈ ഒരു മെർച്ചന്റ് ഷിപ്പുകളെ അറ്റാക്ക് ചെയ്യാന്നുള്ളതൊക്കെ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇപ്പൊ ട്രംപ് ഏതാണ്ട് വന്നിട്ട് 1.5 മാസമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഇപ്പം ഈ നിലവിൽ ഇപ്പം എടുത്തൊരു ആക്ഷൻ എന്തിനാണ്, അതാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഹാരി ട്രൂമൻ എന്ന് പറഞ്ഞ ഒരു ഷിപ്പിൽ നിന്നാണ് ആക്രമണം നടത്തിയത്. ഈ ഒറ്റ ഷിപ്പ് മാത്രമല്ല, അവിടെ തകൃതിയായിട്ട് ഇതിന് സപ്പോർട്ടിംഗ് ഷിപ്പുകൾ, ഡിസ്ട്രോയേഴ്സ് എല്ലാം കൂടെ കൊണ്ടുവന്ന് തന്നെയാണ് ഈ ഒരു ആക്രമണം നടത്തിയത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ ഈ ഒരു ആക്രമണത്തിന്റെ ഈ ഒരു പദ്ധതി ശരിക്കും 1 ദിവസത്തെ പ്ലാനോ 2 ദിവസത്തെ പ്ലാനോ അല്ല. ഇത് മിനിമം ഒരു 2 weeks to 1 month നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിയാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് US. ഇത് മിനിമം 2 weeks, മാക്സിമം 6 weeks. അപ്പൊ നമ്മൾ നേരെ യമനിലേക്ക് വരും. യമനിലേക്ക് വരുമ്പം യമന്റെ ഒരു ഡെമോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് സുന്നികളുണ്ട്, അതേപോലെ ഷിയാക്കളുണ്ട്. ഈ ഷിയാക്കൾ എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് സെക്ടാണ്, അൻസറല്ല എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് സെക്ടാണ് ഈ ഷിയ സെക്ട് ആയിട്ടുള്ള ഈ ഹൂത്തികൾ എന്ന് പറയുന്നത്. ഈ ഷിയ സെക്ടുകളെയാണ് ഏറ്റവും കൂടുതൽ ഈ ഷിയ മുസ്ലിംസ് ആയിട്ടുള്ള ഷിയ ഡോമിനേറ്റഡ് കൺട്രി ആയിട്ടുള്ള ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന, ഇറാൻ ബാക്കപ്പ് ചെയ്യുന്ന ഈ ഒരു ഷിയ സെക്ട്. പൊതുവിൽ അവർ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. അവര് യമനാണ്, അവർ യമൻ ഹൂത്തികളാണ്, ഞങ്ങൾ ഇറാനികളാണ് ഉള്ള നിലയിലാണ് ഇറാൻ എപ്പോഴും ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡ് എടുക്കുന്നത്. ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഹൂത്തികളുടെ ഇരട്ടത്താപ്പ് ഒന്ന് ആദ്യമേ തന്നെ നമുക്ക് ക്ലാരിഫൈ ചെയ്തേക്കാം. ഇവരുടെ ഹിപ്പോക്രസി ആദ്യം നമുക്ക് അതൊന്ന് തുറന്നു കാണിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹിപ്പോക്രസി നമ്മൾ നോക്കിക്കോണം. ഈ യമനിൽ കിടക്കുന്ന ഷിയാക്കളും സുന്നികളുമാണ്. അപ്പൊ അതിൽ ഷിയാക്കളാണ് ഈ ഹൂത്തികൾ. ഈ ഷിയാക്കൾക്ക് ഈ സുന്നികളെ താല്പര്യമില്ല. ഈ ഷിയ കമ്മ്യൂണിറ്റി, ഈ അൻസറുല്ല എന്ന് പറഞ്ഞ ഈ ഒരു ഷിയ കമ്മ്യൂണിറ്റി ഈ സുന്നികളുമായിട്ട് യുദ്ധം നടത്തുകയും അവിടെ സ്ഥലം കയറിപ്പിടിക്കുകയും ഈ സന ഉൾപ്പെടെയുള്ള സിറ്റികൾ കൈവശപ്പെടുത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന സുന്നികളുമായിട്ട് ഇപ്പോഴും വഴക്ക് തന്നെയാണ്. അതായത് ഈ തൊട്ടടുത്ത് കിടക്കുന്ന സുന്നിയെ താല്പര്യമില്ല. ഇവരെ കൊണ്ടുള്ള പൊതുശല്യം എന്ന് പറഞ്ഞാൽ മെർച്ചന്റ് ഷിപ്പുകളെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇവരെ കൊണ്ടുള്ള പൊതുശല്യം. അതിന് ഈ ഒരു ഹൂത്തികൾ പറയുന്ന ഒരു ന്യായം എന്ന് പറഞ്ഞാൽ, അതായത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്ന രീതിയിൽ, അത് ഗാസയ്ക്കെതിരെയാണല്ലോ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്. അപ്പൊ ഗാസയെ സംരക്ഷിക്കുന്ന രീതിയിൽ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, പാലസ്തീനികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു മെർച്ചന്റ് ഷിപ്പുകളെ അറ്റാക്ക് ചെയ്യുന്നു, പ്രത്യേകിച്ച് ഇസ്രായേലിന് വേണ്ടി വരുന്ന ഷിപ്പുകളെയാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്, എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, വെപ്പ് അതാണെങ്കിലും ഇവർ കണ്ണിക്കണ്ട ഷിപ്പുകളെ മൊത്തം ആക്രമിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതായത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ പാലസ്തീനികൾ സുന്നികളാണ്. ഇവരുടെ തൊട്ടടുത്ത് ബോർഡർ ഷെയർ ചെയ്യുന്ന ഇവരുടെ, അതായത് ഈ ഒരു യമന്റെ ഉള്ളില് ഇവർ ആരെയാണോ വധിച്ചുകൊണ്ടിരിക്കുന്നത്, നിരന്തരം യമന്റെ ഉള്ളില് ആരുടെ കൂടെയാണോ ഇവർ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത്, നിരന്തരം അടി കൂടിക്കൊണ്ടിരിക്കുന്നത്, അത് ഈ സുന്നികൾ തന്നെയാണ്. അപ്പോൾ അതേ സുന്നികൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ പാലസ്തീനിൽ നിലകൊള്ളുന്നത്. മനസ്സിലായില്ലേ ഇതിന്റെ ഒരു ഇരട്ടത്താപ്പ് എന്താണെന്ന്? അപ്പൊ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു മോട്ടിവേഷനാണ്. അപ്പൊ അൾട്ടിമേറ്റ്ലി ഇസ്രായേലിനെതിരെ വരിക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവർ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇസ്രായേൽ യഹൂദൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ മുസ്ലിംസും ഒന്നാവും. കാര്യം ഇത് ഈ ജൂയിഷ് എന്ന് പറയുന്നത് സ്ക്രിപ്ചർ ബൈ ഡോക്യുമെന്റഡ് ആണ്. ഡോക്ട്രിൻ പ്രകാരം എതിർക്കണം, സിസ്റ്റമാറ്റിക് ആയിട്ട് അടിച്ചു ഒതുക്കേണ്ടതാണ് യഹൂദനെ. അതുകൊണ്ട് തന്നെ ഇവർ സുന്നി ആയാലും ഷിയ ആയാലും ആ ഒരു വിഷയത്തിൽ ഇവർ ഒന്നിക്കും. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഈ ഒരു ഹൂത്തികളുടെ ഒരു ഇരട്ടത്താപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ ഇവര് അതായത് സുന്നി സെക്ടറിൽ തന്നെ ഇവരുടെ തൊട്ടടുത്തിരിക്കുന്ന സുന്നികളെ ഇവർ എതിർക്കുമ്പോൾ തന്നെ ഇവരുടെ അകലെ താമസിക്കുന്ന, പാലസ്തീനിൽ താമസിക്കുന്ന സുന്നികളെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ്. അപ്പൊ അതിന്റെ കാരണം വേറെ ഒന്നുമില്ല, ഇസ്രായേലാണ്. അതാണ് പറഞ്ഞു വെച്ചത് ഇവിടെ ഷോർട്ടായിട്ട്. കഴിഞ്ഞ ബൈഡൻ ഗവൺമെന്റ് ഇരുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ബൈഡൻ ഗവൺമെന്റ് ഇപ്പൊ USA നടത്തിയ ഒരു ആക്രമണം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90 ദിവസങ്ങൾക്ക് മുമ്പാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഹൂത്തികളുടെ മേലിൽ നടത്തിയ ഒരു ആക്രമണം. ഇതിൽ തന്നെ അവർ പലപ്പോഴും ഹുദൈബ, അതേപോലത്തെ ഈ പോർട്ട് മേഖലയാണ് കൂടുതൽ ആക്രമണം നടത്തിയത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഒരു പോർട്ട് കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയത് അവിടെ ആന്റി ഷിപ്പ് മിസൈൽ ലോഞ്ചിങ് പാഡുകളൊക്കെ ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഇവർ വെച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് ഇവർ ഏറ്റവും കൂടുതൽ ഈ ഒരു ഷിപ്പിൽ ആക്രമണം നടത്തുന്നത്. പോർട്ടുകൾ എയിം ചെയ്ത് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുന്നത് അങ്ങനെയാണ്. ഇസ്രായേൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കുറച്ചുകൂടെ ആക്രമണങ്ങളൊക്കെ ശക്തിയായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു.
പക്ഷേ അതൊന്നും അത്ര എഫക്റ്റീവ് അല്ല. കാരണം അന്നൊന്നും ഈ ബങ്കർ ബസ്റ്റർ ബോംബൊന്നും ബൈഡൻ അത്ര റിലീസ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഇസ്രായേലിന്. പക്ഷെ ഇന്ന് ഇസ്രായേലിന്റെ കയ്യിൽ ബങ്കർ ബസ്റ്റർ ഉണ്ട്, പിന്നെ അമേരിക്കയുടെ കയ്യിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ബങ്കർ ബസ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ അമേരിക്ക നടത്തിയ ആക്രമണം എന്ന് പറഞ്ഞാൽ ഹൂത്തികളുടെ പോർട്ടുകൾ, ആന്റി ഷിപ്പ് മിസൈൽ ലോഞ്ചിങ് പാഡുകൾ, 6ഓളം റഡാർ പോയിന്റുകൾ അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. വളരെ നിർണായകമായിട്ട് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ പാകത്തിനുള്ള കംപ്ലീറ്റ് സ്ഥലങ്ങളും അറ്റാക്ക് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം ഇത് എങ്ങനെയാണ് അമേരിക്ക ടാർഗറ്റ് ചെയ്തത്? ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അമേരിക്കയുടെ ഒരു MQ-9 ഡ്രോൺ ഹൂത്തികൾ അടിച്ച് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞാനൊരു വാർത്തയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വാർത്ത തുടർന്ന് കാണുന്ന ആൾക്കാർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ ഡ്രോൺ 11ാമത്തെ ഡ്രോൺ ആണ് അമേരിക്കയുടെ. ഈ MQ-9 ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഡ്രോണിന് $1,00,000 വില വരും. അപ്പൊ അങ്ങനത്തെ ഡ്രോൺ ഇത് ആക്രമിക്കാനോ മിസൈൽ വെച്ച് ക്യാരി ചെയ്ത് വിടാനോ അല്ല അമേരിക്ക ഉപയോഗിച്ചത്. കംപ്ലീറ്റ്ലി സർവൈലൻസിന് വേണ്ടി മാത്രം ഉപയോഗിച്ച ഒരു ഡ്രോൺ ആണ് ഈ MQ-9 എന്ന് പറഞ്ഞ ഡ്രോൺ. ഇതിനു മുമ്പ് 10ഓളം ഡ്രോണുകൾ ഈ ഒരു ഹൂത്തികൾ തന്നെ അടിച്ച് വീഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് അമേരിക്ക ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തില്ല, പല ഡൊമൈനുകളിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 11ാമത്തെ ഡ്രോൺ ആണ് ഈ കഴിഞ്ഞ ആഴ്ച അടിച്ചു വീഴ്ത്തിയത്. 11ാമത്തെ ഡ്രോൺ അയച്ചതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ഹൂത്തികൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഇസ്രായേലിനെതിരെ ഞങ്ങൾ മിസൈൽ തൊടുക്കും, കാര്യം ഈ ഗാസയിലെ സ്ഥിതിഗതികൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 ദിവസത്തെ ഡെഡ് ലൈൻ തരും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വരുന്ന സ്ഥിതിക്ക് ഹൂത്തികളുടെ പഴയ സ്റ്റോക്ക് പൈലിംഗ് ഒക്കെ ഓൾറെഡി തന്നെ അറ്റാക്ക് ചെയ്ത് കളഞ്ഞതാണ് USA. അത് അമേരിക്കയുടെ പെന്റഗണിൽ ഇൻഫർമേഷൻ ഷീറ്റിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഏതൊക്കെ സ്പോട്ടുകളാണ് അറ്റാക്ക് ചെയ്ത് കളഞ്ഞത്, എവിടെയൊക്കെയാണ് ഉള്ളത്, അവരുടെ ഇപ്പോഴത്തെ ഒരു ആയുധം, അവരുടെ ഇപ്പോഴത്തെ ഒരു മിസൈൽ കപ്പാസിറ്റി, ഇതൊക്കെ അത്യാവശ്യം അപ്രോക്സിമേറ്റ്ലി പെന്റഗണിൽ റിപ്പോർട്ടുണ്ട്. കാരണം അവരുടെ അമേരിക്കൻ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അത് കാലാകാലങ്ങളിൽ അവർ എടുക്കാറുണ്ട്, ടൈം ടു ടൈം ആ റിപ്പോർട്ട് എടുക്കാറുണ്ട്. ഇപ്പം അതുപോലെ പല രാജ്യങ്ങളിലും, പല തീവ്രവാദം വളർത്തുന്ന രാജ്യങ്ങളിലൊക്കെ എന്തൊക്കെ കപ്പാസിറ്റികളുണ്ട്, അവരുടെയൊക്കെ ഒരു ഡെപ്ത് എന്തുമാത്രം ഉണ്ട് എന്നുള്ളതൊക്കെ അമേരിക്കയ്ക്ക് ഏകദേശം അപ്രോക്സിമേറ്റ്ലി അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് ആ രീതിയിൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ടാണ് ഇവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. ഈ 11ാമത്തെ ഡ്രോണിനെ ഹൂത്തി അടിച്ചു വീഴ്ത്തി. അപ്പൊ ഈ 11ാമത്തെ ഡ്രോൺ എന്താണ് അവിടെ ക്യാപ്ചർ ചെയ്യുന്ന പറഞ്ഞാൽ ഏതാണ്ട് 30 to 40 കണ്ടെയ്നേഴ്സ്. എവിടെ നിന്ന്? ഇറാനിൽ നിന്ന് 30 മുതൽ 40 കണ്ടെയ്നേഴ്സ് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആയുധക്കടത്ത്, അതിൽ ഏറ്റവും കൂടുതൽ ഈ ആന്റി ഷിപ്പ് മിസൈൽ, മ്യൂണീഷൻസ്, ബോംബ് ഷെല്ലുകൾ, മോട്ടോർ ഷെല്ലുകൾ, ഇതേപോലത്തെ കുറെ സംവിധാനങ്ങളാണ് ഇറാൻ ഇറക്കി കൊടുത്തിരിക്കുന്നത്. അതായത് പെർ മന്ത് 30 to 40 കണ്ടെയ്നേഴ്സ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് അമേരിക്കയ്ക്ക് കിട്ടിയ വിവരം. ഈ വിവരം ഡയറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാനാണ് ഇവർ ഡ്രോണിനെ വിട്ടത്. ഡ്രോൺ വിട്ടു, കൃത്യമായി ഇവർ പോർട്ടുകളെല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്ത് അതൊരു ഫാക്ട് ആണെന്ന് കണ്ടെത്തിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ആക്രമണം ഇപ്പൊ നടത്താൻ വേണ്ടി തുനിഞ്ഞത്. ഇവര് 4 ദിവസം കൊണ്ട് ഞങ്ങൾ റെഡ് സീയിൽ വീണ്ടും മെർച്ചന്റ് ഷിപ്പിനെ അറ്റാക്ക് ചെയ്ത് തുടങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ഓൾറെഡി തന്നെ താരിഫ് ഒക്കെ വെച്ചുകൊണ്ട് ഈ ഒരു ഷിപ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ട്രംപ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കറക്ഷൻ ഫേസിലാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ഗ്ലോബലി തന്നെ എല്ലാ രാജ്യങ്ങളും തന്നെ ഒരു കറക്ഷൻ ഫേസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു താരിഫും കാര്യങ്ങളൊക്കെ സെറ്റിലായി ബിസിനസ് ഒന്ന് പച്ചപിടിച്ച് വരേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇവന്മാർ വീണ്ടും ഈ ഒരു ഭീഷണിയുമായിട്ട് വന്നിരിക്കുന്നത്. ഇവർക്കെന്ന് പറഞ്ഞാൽ ഇവർക്ക് മറ്റുള്ളവരെ കുറിച്ച് യാതൊരു ചിന്തയില്ല എന്നുള്ളതാണ്. ഇവർക്കൊരു ചിന്താഗതി ഉണ്ട്, ഇവർക്കൊരു ഐഡിയോളജി ഉണ്ട്, ഇവർക്ക് എവിടെ നിന്നോ ആകാശത്ത് നിന്ന് അശരീരിയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഇവർ പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ചില പ്രാന്തന്മാരാണ് ആ പരിസരത്ത് ജീവിക്കുന്നത്. അപ്പൊ അവർക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, അവർക്ക് ഇസ്രായേലിനെ അടിക്കുക എന്നുള്ളതാണ്. ആഹാരം ഇല്ലെങ്കിലും പട്ടിണി കിടന്നെങ്കിലും ഇസ്രായേലിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദൗത്യം അവരുടെ ലൈഫിലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ കാര്യങ്ങൾ നടന്നത്. ഫലക് കാറ്റഗറിയിൽപ്പെട്ട ആന്റി ഷിപ്പ് മിസൈൽ വരെ ഇറാൻ സ്മഗിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹൂത്തികൾക്ക്. ഹൂത്തികൾക്ക് ഈ ഒരു ഷിപ്മെന്റ് കൊടുക്കാനുള്ള 2 മാർഗങ്ങളാണുള്ളത്. അത് ഏത് മാർഗമാണെങ്കിലും ഇറാൻ ഷിപ്മെന്റ് ത്രൂ ആണ് ചെയ്യേണ്ടത്. കുറഞ്ഞ ദൂരത്തിലുള്ള ഒരു ഷിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നേരെ ഒമാനിൽ, ഇറാനിൽ നിന്ന് ആയുധങ്ങളൊക്കെ എടുത്ത് ഒമാനിൽ എത്തിക്കുക. ഒമാൻ എന്ന് പറഞ്ഞാൽ വളരെ ഗൾഫ് ഓഫ് ഒമാൻ എന്ന് പറയുന്നത് ഇറാന്റെ വളരെ അടുത്താണ് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒമാനിൽ എത്തിച്ചിട്ട് ഒമാനിൽ നിന്ന് ബൈ റോഡ് വഴി ഇവര് യമനിലേക്ക് എത്തിക്കുന്ന ഒരു റൂട്ടാണ് ഇവര് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്പർ 1. അടുത്ത വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഇറാനിൽ നിന്ന് തന്നെ ഷിപ്പിംഗ് യമനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ 2 മാർഗങ്ങളിലൂടെയാണ് ഇവിടെ യമന്റെ ഉള്ളിൽ ആയുധം എത്തുന്നത്. യമന്റെ ഉള്ളിൽ വലിയ പ്രൊഡക്ഷൻ ഒന്നുമില്ല. അവർ ഈ ഒരു രാജ്യം പിടിച്ചെടുത്ത സമയത്ത് ഈ യമനികളുടെ, ഈ യഥാർത്ഥ സുന്നി യമനികളുടെ കയ്യിൽ നിന്ന് ഈ രാജ്യം പിടിച്ചെടുത്ത സമയത്ത് ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള കുറച്ച് ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ അവരുടെ കയ്യിലുള്ളത്. ബാക്കിയുള്ളത് കംപ്ലീറ്റും ഇറാൻ തന്നെയാണ് ഇവർക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇറാൻ ഇങ്ങനെ സപ്ലൈ ചെയ്ത് കൊടുത്തതിന്റെ പ്രൂഫ് അമേരിക്കയ്ക്ക് കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം നടക്കുന്നത്. ഇതിന് ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത് ഇറാന് തന്നെയാണ്. കാര്യം ഇറാനാണല്ലോ ഈ പ്രോക്സികളെ വെച്ചിട്ട് ഈ ഒരു യുദ്ധം നടത്തുന്നത്. അപ്പൊ ഇറാൻ ചെയ്യുന്നതിന്റെ ഫലമാണ് ഇപ്പൊ തിരിച്ചു കിട്ടുന്നത്. ലിറ്ററലി അമേരിക്ക യമനിൽ നടത്തുന്ന യുദ്ധം ഇറാനിന് മേളിൽ വീഴുന്ന അടിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
നിങ്ങൾ ഒരു മാസം 30 മുതൽ 40 കണ്ടെയ്നർ എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചോണം. ആ രീതിയിലുള്ള ആയുധക്കടത്തലാണ് അവിടെ നടക്കുന്നത്. ഈ 2 ദിവസം കൊണ്ട് 24 അവേഴ്സിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ 100-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. 100-ലധികം. പിന്നെ 20 മുതൽ 21 സ്പോട്ടുകളല്ല ആക്രമണം നടത്തിയത്. 100 മുതൽ 170 സ്പോട്ടുകളാണ് അമേരിക്ക തച്ച് തകർത്തിരിക്കുന്നത്. 100 മുതൽ 170 സ്പോട്ടുകൾ, അങ്ങനെയാണ് വാർത്ത വരുന്നത്. അല്ല, 21 അല്ല, 21 പോയിന്റുകൾ ആ ഒരു ബോർഡർ ലൈനിൽ മാത്രമാണ്. അതായത് ഈ ഒരു കടൽ തീരത്തുള്ള പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സ്ഥലങ്ങളിൽ മാത്രമാണ് 21 പോയിന്റുകൾ അറ്റാക്ക് ചെയ്തത്. ആ 21 പോയിന്റിലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ മിസൈൽ ലോഞ്ചിങ് പോയിന്റ്, അതേപോലെ റഡാർ സ്റ്റേഷൻസ്, അതുപോലെ തന്നെ ഈ ആയുധം ശേഖരിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ആക്രമിച്ച് നശിപ്പിച്ചത്. ഇതിനകത്ത് ഒരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട്. മറ്റേ യമന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് ഫുഡ് സ്റ്റോറേജ്, ഫുഡ് ഗുഡോൺ ആണ് നശിപ്പിച്ചതെന്നാണ് പറയുന്നത്. ഇത് ഫുഡ് സ്റ്റോറേജ് അല്ല, അത് ഫുഡ് സ്റ്റോറേജ് എന്നുള്ള പേര് മാത്രമാണ്. അതിന്റെ ഉള്ളിൽ ഇവർ വെച്ചിരിക്കുന്നത് മൊത്തം ഈ ആയുധങ്ങൾ ശേഖരിച്ച് അകത്ത് വെച്ചിരിക്കുന്ന ഫുഡ് സ്റ്റോറേജ് ആണ് അടിച്ച് തകർത്ത് തരിപ്പണമാക്കി കൈ കൊടുത്തത്. അപ്പൊ ഇതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ റൂട്ട് മാപ്പ് കാണിക്കാം. ഞാനിപ്പോ കാണിക്കുന്ന ആ റൂട്ട് മാപ്പിലൂടെയാണ് ഈ യമന്റെ ഉള്ളിലേക്ക് ഇറാൻ ആയുധം കടത്തി വിടുന്നത്. ഈ രീതിയിലാണ് വരുന്നത്. അപ്പൊ ഇതാണ് ഇതിനകത്ത് ശരിക്കുള്ള ഫാക്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് യമന്റെ ഉള്ളിൽ ഇപ്പം അമേരിക്ക ഒരു ആക്രമണം നടത്തിയെന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യം. ഇതിനെ ഹൂത്തികൾ ഗണ്ണിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആക്രമണത്തിന് ബദലായിട്ട് ഞങ്ങൾ തിരിച്ച് അതേപോലെ ആക്രമിക്കും എന്നുള്ള നിലയിലാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ കുട്ടികൾ, സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ. അതൊരു സൈഡിൽ നടക്കുന്നുണ്ട്. ഡ്രോൺ ഫുട്ടേജിൽ വെളിയിൽ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ 110 മിസൈലുകൾ, അതായത് ഈ പാലസ്തീന്റെ സിമ്പൽ, ഈ പാലസ്തീന്റെ ഫ്ലാഗ്, അതിന്റെ ഒരു കൊടിയുടെ കളർ വരച്ചുകൊണ്ട് ഇവർ പാലസ്തീൻ, അതായത് ഇസ്രായേലിന് വേണ്ടിയിട്ട്, ഇസ്രായേലെ എയിം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന മിസൈലുകൾക്കാണ് ഈ ഒരു പാലസ്തീന്റെ ഫ്ലാഗിന്റെ കൊടി കൊടുക്കുന്നത്. ഈ പഴയ പാട്ട തകരമൊക്കെ വെച്ച് അടിച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ മേളിൽ പാലസ്തീന്റെ ഫ്ലാഗിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതോ ഈ ഓയിൽ പെയിന്റിംഗ് ആണ്, അതൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവർ ഇസ്രായേലിന് മേളിൽ വിടുന്ന ആ ഒരു മിസൈലിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു പ്രത്യേകത അവർ ചെയ്യുന്നത്. പാലസ്തീനികളുടെ ഫ്ലാഗ് അതിനകത്ത് പെയിന്റ് അടിച്ച് വെക്കുക എന്നുള്ളത്. ആ മിസൈലുകൾക്ക് ഏതാണ്ട് 110 മിസൈലുകളോളം ഉണ്ടെന്നാണ്. 110 മിസൈലുകളോളം അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. ആ 110 മിസൈലുകളും തകർത്ത് കളഞ്ഞിരിക്കുകയാണ് അമേരിക്ക. മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത് നമ്മൾ സ്റ്റിൽ ഓപ്പറേഷൻ വിൽ കണ്ടിന്യൂ. അതേപോലെ ഇസ്രായേലിന് കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യും. ഇത് ഇസ്രായേലിന്റെ പ്രൊട്ടക്ഷൻ ആയാലും ശരി തന്നെ. അതേപോലെ തന്നെ ഈ ഒരു ഷിപ്മെന്റ്, ഗ്ലോബൽ ട്രേഡ് നടക്കാൻ വേണ്ടിയിട്ട് മെർച്ചന്റ് ഷിപ്പുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പ്രൊട്ടക്ഷനുമായിട്ട് കരുതിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാർക്കോ റൂബിയോ. തൽക്കാലം ഈ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് യമനികൾക്ക് ഇറാനികൾ ഇറക്കി കൊടുത്ത 60% അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതുവരെ. സോഫാർ 60% അവരുടെ ആ ഒരു ആയുധക്കടത്തിന് മൂലം കൊണ്ടുവന്ന ആ ഒരു കണ്ടെയ്നേഴ്സിൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം 60% സാധനങ്ങൾ ഇപ്പൊ നശിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഒരു 40% കൂടെ ഉണ്ട്. അതും കൂടെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങുകയാണ് അമേരിക്ക. ഇപ്പോഴവിടെ തുടരുകയാണ് ആക്രമണം. അയൽവാസി ഉണ്ടല്ലോ, അതായത് പാകിസ്ഥാനിൽ വീണ്ടും BLA ആക്രമണം. വീണ്ടും അവരൊരു കോൺവോയ്, ഒരു മിലിറ്ററി കോൺവോയ് ആണ്, സെക്യൂരിറ്റി ഓഫീസേഴ്സ് കടന്നുപോയ കോൺവോയ്. ആ കോൺവോയ് ആക്രമിച്ചിട്ടുണ്ട്. ബസ്സാണ്. ബസ്സിന്റെ സൈഡിൽ തന്നെയാണ് ഈ ഒരു ആക്രമണം മൊത്തം നടത്തിയത്. എല്ലാം ബോംബ് ആക്രമണമാണ്. ബസ് നല്ല രീതിയിൽ ഡാമേജ് ആയി കത്തിപ്പോയിട്ടുണ്ട്. ഏതാണ്ട് 90+ ആൾക്കാർ, 90+ ആർമി ഉദ്യോഗസ്ഥർ അഥവാ പാകിസ്ഥാന്റെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ എന്ന് വിളിക്കപ്പെടുന്ന ആർമി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. 90+. അതാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. പിന്നെ ഈ ലഷ്കറിന്റെ ആളുണ്ടല്ലോ, ഹാഫിസിന്റെ കസിൻ ആണല്ലോ അജ്ഞാത വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. അപ്പൊ ഹാഫിസിന് ഇപ്പോൾ ഒരു പേടി. ഹാഫിസിനും ഇതേ ഒരു അവസ്ഥ വരുമോ എന്നുള്ളൊരു പേടിയിൽ പല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ തയ്യാറാക്കിക്കൊണ്ട് നടക്കുകയാണ് ഹാഫിസ്. എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ചോദിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ അടുത്ത്. പാകിസ്ഥാൻ തീർച്ചയായിട്ടും കൊടുക്കുമായിരിക്കും. കാരണം പാകിസ്ഥാൻ ഹാഫിസൊക്കെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ തീവ്രവാദികളെ സംരക്ഷിക്കാതെ ഒരിക്കലും ഇരിക്കാം. ഇന്ത്യ ആരെയാണോ തീവ്രവാദി എന്ന് പറയുന്നത് അവര് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ പുണ്യവാന്മാരാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ അവർക്ക് നല്ല രീതിയിലുള്ള സംരക്ഷണം ഒരുക്കും. അതുകൊണ്ടാണ് ദാവൂദ് ഇബ്രാഹിം ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഇതേപോലെ ഹാഫിസ് സയ്യിദ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ പാകിസ്ഥാന്റെ ഉള്ളിൽ നല്ല രീതിയിൽ തമ്പടിച്ച് സുഖവാസത്തിൽ കഴിയുന്നത്. എന്തായാലും ഈ ഒരു ഇരട്ടത്താപ്പൊക്കെ ഇനി ഒരുപാട് നാൾ നീണ്ടങ്ങ് പോകത്തൊന്നുമില്ല. പാകിസ്ഥാനൊക്കെ ഏകദേശം ഒരു മൂലയിൽ അടിഞ്ഞുകൂടി ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. അമേരിക്ക ഇപ്പൊ നടത്തുന്ന ഒരു ഓപ്പറേഷൻ, എന്തുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ഈ ഒരു അറ്റാക്കിന് അമേരിക്ക മുതിർന്നത്, അത് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള റീസൺ എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.